ഒന്ന് വിളിച്ചു നോക്ക്. എനിക്ക് വയ്യ. പിന്നെ വരെ നമ്മൾ എത്ര നേരം ഇങ്ങനെ ഇരിക്കുന്നേ? ഇത് തീർന്ന സ്ഥലം ഒഴിഞ്ഞു കൊടുക്കണം. എന്നാ ഞാൻ തന്നെ വിളിച്ചു നോക്കാം. രാവിലെ എവിടേക്ക് പോയതാന്ന് മാത്രമേ അവര് പറയുന്നുള്ളൂ. അവിടെ ഇല്ലേ? ഇല്ല കുട്ടി, വേഗം കഴിച്ചിട്ട് പോവാം. വരുന്നുണ്ടോ നീ? നീ പൊയ്ക്കോളൂ. ഹലോ, എന്താ ഇതേ നേരത്ത്? എവിടെയായിരുന്നു ഇതുവരെ? ഹൈ, ഭയങ്കര വിരട്ട് ലൈനാണല്ലോ ഇത്. വരട്ടൊന്നുമില്ല, ഞാൻ എത്ര നേരം കാത്തിരുന്നു. എവിടെ? തലയില്. ചിരിക്കണ്ട, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാളെ പറയാം. നാളെ ഒന്നും പറ്റില്ല, എനിക്കിപ്പൊ പറയണം. ഇപ്പൊ കാണണം. മണി 9:30 ആകുന്നു. ആയിക്കോട്ടെ, 12 മണിയായാലും ഇപ്പൊ വരണം. എന്താ കുട്ടി ഇങ്ങനെ? ഞാനിപ്പം അവിടെ വരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ വരാൻ പറ്റില്ല. നാളെ കാണാം. നാളെ രാവിലെ ഞാൻ ആ വഴി വരാം. ഗുഡ് നൈറ്റ്. എല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നിനക്കെന്താ കൊട്ടാരം പണിത് തരുന്നു പറഞ്ഞല്ലേ പറഞ്ഞു കൊടുക്കാൻ പോയത്? എന്നിട്ടിപ്പോ എന്തായി? ഒറ്റ എണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇതിപ്പോ വേറെ ആരുടെയും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ നീ പറഞ്ഞ സത്യം എല്ലാം പറഞ്ഞു കൊടുക്കാൻ പോയതുകൊണ്ട് ഹരിയേട്ടനിപ്പൊ എന്നെ നമ്മള് തിരിച്ചു പോണെന്നാ പുള്ളി പറയുന്നേ. തിരിച്ചു പോയാൽ എന്നോട് ഇഷ്ടമുണ്ടോ? സ്കൂളിലേക്കോ? നന്നായി. കൊല്ലോ രണ്ടിനെ. ഒന്നുമില്ല. നിനക്ക് തിരികെ പോണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറയേ. എനിക്ക് വേണ്ടിയിട്ടല്ല. ഒരു പ്രത്യേക ടീച്ചറോടുള്ള വൈരാഗ്യം വെച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു. അവർക്ക് അതിനുള്ള പണിഷ്മെന്റ് കിട്ടുകയും ചെയ്തു. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഒളിച്ചാമസിക്കുന്നത്? കുറച്ചുകാലം കൂടെ ഇങ്ങനെ പിടിച്ചു വെക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരിക്കും. അതിനുള്ള ആഭരണങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ദേഹത്തുണ്ട്. പക്ഷെ അതും കഴിയുമ്പോഴോ? അത് അപ്പോഴല്ലേ? അപ്പോഴല്ലേന്ന് ചോദിച്ചാലും അങ്ങനെ ഒരു അപ്പോഴുണ്ടല്ലോ. അപ്പോ ഞങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും ജോലി കണ്ടുപിടിച്ചോളാം. കുട്ടി സ്വയം നശിപ്പിക്കാൻ എളുപ്പമാണ്. അതിന് ആരുടെയും ലൈസൻസ് ഒന്നും ആർക്കും ആവശ്യമില്ല. അടുത്ത ആഴ്ച സ്കൂൾ റീ ഓപ്പണിംഗ് ആണ്. ഇപ്പൊ നല്ല ബുദ്ധിയോടെ എന്തെങ്കിലും ചെയ്താൽ ഈ വരുന്ന സ്കൂളിൽ ഏതെങ്കിലും നഷ്ടപ്പെടാതിരിക്കും. അത് ഞങ്ങൾ ആലോചിച്ചോളാം. ഞാനിത് പറഞ്ഞു എന്ന് വെച്ച് എന്നെ ഒരു ശത്രുവായിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് ഞാൻ തന്ന പ്രോമിസ് എല്ലാം ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. അല്ലാതെ ഞാൻ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്തു കളയെന്ന് വിചാരിച്ച് വീണ്ടും പേടിച്ചോടണമെന്നില്ല. ആ സ്കൂളിലേക്ക് തിരിച്ചു വന്ന പ്രശ്നമില്ല. അത് സാലറിയുടെ ആറ്റിറ്റ്യൂഡ്. നിമ്മയുടെ അത് തന്നെയാ. ആണോ? നിങ്ങൾ അവളെ ബ്രെയിൻ വാഷ് ചെയ്യണമെന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അറിയാം. ബാഡി നിമ്മി. സാലി പൊയ്ക്കോളൂ, ഞാനിപ്പോ വരാം. നിമ്മിക്ക് നിമ്മിയുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കയറിയിട്ട് ഞാൻ ഹരിയേട്ടൻ പറയുന്ന പോലെ ചെയ്യാം. ഞാൻ സ്കൂളിലേക്ക് തിരിച്ചു പോവാം. ഗുഡ് ഗുഡ് ഗേൾ. പക്ഷെ അങ്ങനെയാവുമ്പോ ഹരിയേട്ടൻ എന്നെ കാണാൻ വരണം. എവിടേക്ക്? സ്കൂളിലേക്ക്, വീട്ടിലേക്ക്, ഞാൻ എവിടെയൊക്കെ ഉണ്ടോ അവിടേക്കൊക്കെ വരാലോ. വരുമോ? പിന്നെന്താ, നമ്മുടെ ഈ പരിചയം ഇവിടെ കൊണ്ട് മുറിയരുതെന്നല്ലേ ഉള്ളൂ. മുറിയില്ല. എന്താ പോരെ? പോരാ. ഹരിയേട്ടൻ എന്നും എന്റെ ഒപ്പം വേണം. കുട്ടി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. ഒരു നല്ല ഫ്രണ്ടിനെ ആണെങ്കിൽ ഐ ആം ദെയർ എന്നും ഉണ്ടാവും ഒപ്പം തന്നെ.
അതല്ല, ഒരു പാർട്ട്ണറെ ആണെങ്കിൽ ഒന്നാമത് കുട്ടി തീരെ കുട്ടിയാ. ജീവിതത്തെ പറ്റി ഒരു കാഴ്ചപ്പാടുണ്ടാകാൻ തന്നെ ഇനി എത്രയോ കാലം വേണം. ഈ പ്രായത്തിൽ ഒരാളിനോട് തോന്നുന്ന ഫാസിനേഷൻ വെറും ഒരു ഫാസിനേഷൻ മാത്രമായിരുന്നു എന്നറിയുന്നത് ചിലപ്പോ 6 മാസം കഴിയുമ്പോഴായിരിക്കും. മെച്യൂരിറ്റി ഉണ്ടാകുമ്പോഴേ. മെച്ചൂരിറ്റിയുള്ളൊരു നിമ്മയെ ഹരിയേട്ടന് ഞാൻ കാണിച്ചു തരാം. ഹരിയേട്ടൻ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കാം. ചീത്ത കുട്ടി മാറി നല്ല കുട്ടിയായിന്ന് ഹരിയേട്ടൻ തന്നെ പറയും ഒരു ദിവസം. പക്ഷെ അത് പറയാൻ ഹരിയേട്ടൻ ഉണ്ടാവണം. ഉണ്ടാവാ. ഈ പറയുന്ന 6 മാസം ഉണ്ടല്ലോ, എന്റെ ഫാസിനേഷൻ വെറും ഫാസിനേഷൻ ആയിരുന്നു എന്ന് തിരിച്ചറിയാൻ എടുക്കുന്ന സമയം, അത് മതി എനിക്ക് ഹരിയേട്ടന്റെ എന്നെ പറ്റിയുള്ള അഭിപ്രായം മാറ്റിയെടുക്കാൻ. എന്നിട്ട് സ്കൂളുകാരെന്ത് പറയുന്നു? സ്കൂൾ റീ ഓപ്പണിംഗിന് മുമ്പ് കുട്ടികൾ വന്നില്ലെങ്കിൽ അവർക്ക് എന്റെ പേരിൽ എന്തെങ്കിലും ഫർദർ നടപടി എടുക്കേണ്ടി വരുമെന്ന് അവര് പറയുന്നത്. ഇനി എന്താ ഫർദർ നടപടി? സസ്പെൻഷൻ, ഡിസ്മിസൽ ആകുമോ? അത് തന്നെയായിരിക്കും. സ്റ്റുഡൻസ് ബഹളം ഉണ്ടാക്കുമെന്ന് പേടിച്ചിട്ടാ. ആ കുട്ടികളെ കണ്ടുകിട്ടിട്ടുണ്ടെന്ന കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, പറയണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരു കുട്ടിയാ ഉടക്കിയിരിക്കുന്നത്. സാലിയായിരിക്കും. മറ്റേ കുട്ടി പാവുക. വെറും പാവാ. എനിക്ക് തോന്നുന്നത് അവരുടെ പേടി തിരിച്ചു തന്ന ഭയങ്കര പണിഷ്മെന്റ്സ് ഒക്കെ ഉണ്ടാവുന്ന. ഒന്നും ഉണ്ടാവില്ല. അത് ഇന്നലെ ഹെഡ് മിസ്ട്രസിന്റെ സംസാരത്തിൽ വന്നു. തിരിച്ചു ചെന്നാൽ അവരെ സന്തോഷത്തോടെ വെൽക്കം ചെയ്യും. വേണ്ടി വന്നാല് അവർക്ക് രണ്ടാൾക്കും വേണ്ടിയിട്ട് ഒരു റീ എക്സാമിനേഷൻ പോലും നടത്താൻ സ്കൂളുകാർ തയ്യാറാണ്. ഞാൻ വേണമെങ്കിൽ നേരിട്ട് അവരെ കണ്ട് പറയാം. അപ്പോൾ ജയിച്ച് ചെയ്യാൻ പോലും ഞാൻ തയ്യാറാണ്. ഞാൻ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ. എന്റെ ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ല. ആ കുട്ടികള് കൊച്ചു കുട്ടികളാ. അവരിങ്ങനെ തനിച്ച് ആലോചിക്കുമ്പോ പേടിയോ ഗിൽറ്റോ. ഞാൻ അവരോടൊന്ന് പറഞ്ഞു നോക്കാം. ദേ, ഇവിടെയും ആരും വിളിച്ചോണ്ട് വരണ്ട. ഞാൻ പറഞ്ഞേക്കാം. ടീച്ചറും വരണ്ട, ഹെഡ് മിസ്സസും വരണ്ട, അവളുമാരും വരണ്ട. വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾ ഇതിന്റെ സ്കൂളുകാരായിട്ട് ബന്ധപ്പെടാൻ പോയത്? അങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്ക് അങ്ങനെ അങ്ങ് തോന്നിയെന്ന് വെച്ചോ. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഞാൻ നിങ്ങളെ ഒറ്റ കൊടുക്കുന്നല്ല. നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ ഉണ്ട് ഒന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഇതിലൊരു ഇമ്പാർഷ്യൽ ചേരിചേരാ മത്സ്യം കളിക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ പതറിപ്പോരുതല്ലോ എന്ന്. ഞങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് വറീഡ് ആവണ്ട. വെറീഡ് ആവുകയല്ല, പക്ഷെ ഒരാൾക്കെങ്കിലും തിരിച്ചു പോകണമെന്ന് തോന്നി തുടങ്ങിയ സ്ഥിതിക്ക്. ഇവിടെ ആർക്കും അങ്ങനെ തോന്നലില്ല. ഇല്ലേ? നിമ്മിക്ക് തിരിച്ചു പോകണമെന്നില്ലേ? ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഇത് കുട്ടിയുടെ ലൈഫിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഏതാ ശരിയെന്ന് തോന്നുന്നു അത് തുറന്നു പറഞ്ഞോളൂ. അതുകൊണ്ട് ഗുണമുണ്ടാകുന്നെങ്കിലേ അത് രണ്ടുപേർക്കും കൂടെ. നിങ്ങൾ ഈ പറയുന്ന ടീച്ചറില്ലേ, അവരെ ഞാൻ നിങ്ങൾ അടുത്ത് കൊണ്ടുവരാം. അവരെ നേരിട്ട് വന്ന് അപ്പോളൈസ് ചെയ്യും. ഇവിടെ ആരും കൊണ്ടുവരണ്ട. നിങ്ങൾ പറയുന്ന സമയത്തിന് അവർ വരും. നിങ്ങൾ താമസിക്കുന്ന സ്ഥലമൊന്നും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കില്ല. യു ക്യാൻ ടേക്ക് മൈ വേർഡ്. 6 മാസത്തിനുള്ളിൽ നല്ല കുട്ടിയെന്ന് ഹരിയേട്ടനെ അവര് വിളിച്ചോണ്ട് വന്നോളൂ.